നമസ്കാരം. മൂലം നക്ഷത്രം 2024 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൂലം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 7.5 ശനി ആയിരുന്നു. 7.5 ശനിയുടെ ആ ഒരു ആധിക്യമൊക്കെ കഴിഞ്ഞ് ശനി അനുകൂലത്തിലേക്ക് വന്നിട്ടും കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഒരു ഗുണവും കിട്ടാത്ത എല്ലാം നഷ്ടപ്പെട്ട മൂലം നക്ഷത്രക്കാർ ഇങ്ങനെ നടക്കുകയാണ്, അലഞ്ഞു തിരിഞ്ഞ്. ഒരു മൂലയിൽ പോലും ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു വരുന്ന വർഷവും ഈ 2024 ഇവർക്ക് എങ്ങനെയായിരിക്കും? കഴിഞ്ഞതെല്ലാം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ? ഇവർക്ക് ഈ ഒരു വർഷം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവാൻ പറ്റുമോ? സാമ്പത്തികമായിട്ടും അല്ലാതെ ഗുണപരമായിട്ടും ഒക്കെ വല്ല നേട്ടങ്ങളുണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. പൊതുവിൽ നേരത്തെ പറയാറുള്ളത് പോലെ ആദ്യം തന്നെ നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ, അതായത് ജാതകപരമായിട്ടാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും കർമ്മപരമായിട്ടാണെങ്കിലും എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കർമ്മദോഷങ്ങളും മുൻജന്മ പാപങ്ങൾ ഉൾപ്പെടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനുമൊക്കെ നിങ്ങൾ ചെറിയ തോതിൽ പരിഹാരങ്ങളോ ക്ഷേത്രങ്ങളോ പൂജകളോ വഴിപാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനും കൂടി കുറച്ച് സമയം കണ്ടെത്തുക. എല്ലാം നഷ്ടപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിനിടയിൽ കുറച്ച് സമയം മനസ്സിന് കഠിനമായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഇടയിൽ മനസ്സ് തോന്നിക്കില്ല ആർക്കും ക്ഷേത്രത്തിൽ പോകാനോ ഒന്നും. എങ്കിലും നമ്മുടെ കുറച്ചൊക്കെ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു തരത്തിൽ എവിടെയെങ്കിലും ഗുണാധിക്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ദോഷങ്ങളൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ജപമെങ്കിലും സ്വന്തമായിട്ട് ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ട് ഒരു ജപമെങ്കിലും സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതേ പറയാനുള്ളൂ. നക്ഷത്രങ്ങൾ പറഞ്ഞ് ഇതാണ്, ആ നക്ഷത്രത്തിൽ ഒരു ഗുണവും കിട്ടിയിട്ടില്ല, ഇത്രയും വർഷം എൻ്റെ നഷ്ടപ്പെട്ടു, ജോലി പോയി, നല്ല പൊസിഷനിലിരുന്നവർക്ക് പോലും പലതും നഷ്ടപ്പെട്ടിട്ട് അവർ നടക്കുന്നുണ്ട്. മൂലം നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ. നക്ഷത്രത്തിൻ്റെ കുഴപ്പമല്ല അത്, പല കാരണങ്ങൾ കൊണ്ടാവാം. ചിലപ്പോൾ കുടുംബദോഷമാവാം, ചിലപ്പോൾ പിതൃദോഷമാവാം. അത് എന്ത് ദോഷമാണ്, എന്തുകൊണ്ടാണ്? ഈവൻ ചിലപ്പോൾ കുടുംബത്തിൽ വല്ല സർപ്പങ്ങളുണ്ടെങ്കിൽ സർപ്പശാപം കൊണ്ട് പോലും നമുക്ക് കർമ്മത്തിൽ പല വൈകൃതങ്ങളും സംഭവിക്കാം. അതെന്താണ് എന്ന് കണ്ടെത്താനുള്ള കുറച്ച് സമയം മാറ്റിവെച്ച് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ എത്രയേറെ പണം മുടക്കി ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കുക, സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുക. ഏതെങ്കിലും ക്ഷേത്രത്തിൽ നിരന്തരമായിട്ട് പോയി തൊഴുത് നമ്മുടെ ദോഷങ്ങൾക്ക് പരിഹാരം കാണാം. ഈ രീതിയിലൊക്കെ ചെയ്ത് 2024 എന്ന് പറയുന്ന വർഷം നിങ്ങൾക്ക് കുറേയേറെ ഗുണാധിക്യമുള്ളൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് മൂലം നക്ഷത്രത്തിലേക്ക് കടക്കാം. ഈ വർഷം ഇവർക്ക് കർമ്മരംഗം പുഷ്ടിപ്പെടുന്നതാണ്. ഇതുവരെ കർമ്മരംഗത്ത് ഉണർച്ചും ഉയർച്ചയൊക്കെ ഉണ്ടായിരുന്നില്ല എങ്കിലും ഈ വർഷം കുറേയേറെ കർമ്മരംഗത്ത് ഒരു ഉണർവ് ഉണ്ടാകുന്നതാണ്. വിദേശത്ത് ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ, വിദേശത്തു നിന്ന് ജോലി പോയിട്ട് തിരിച്ച് നാട്ടിൽ വന്നവർ, തിരിച്ചിവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റാതിരിക്കുന്നവർക്കൊക്കെ അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക്, കുടുംബിനികളാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും സ്ത്രീകളായിട്ടുള്ള ആളുകൾക്കൊക്കെ മനസ്സുഖം കുറയുന്ന, മനസ്സിന് ദുഃഖം ഉണ്ടാക്കുന്നതും മനസ്സുഖം കുറയുന്നതുമായിട്ടുള്ള, മനോദുഃഖം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള പല അവസ്ഥകളൊക്കെ സംജാതമാകുന്നതാണ്. കർമ്മത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാം, കർമ്മത്തിൽ പുഷ്ടി ഉണ്ടാവാം. എങ്കിൽ തന്നെയും പല രീതിയിലുള്ള ദീർഘകാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന പല പ്രവൃത്തികളും നിങ്ങൾക്ക് നടപ്പിൽ വരുത്താനും അവരെ കാര്യസാധ്യത്തിലേക്ക് എത്തിക്കാനും അതിൽ നിന്ന് കർമ്മഗുണം കിട്ടാനും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വർഷം സാധ്യമാകുന്നതാണ്. ഒപ്പം തന്നെ പല പ്രവൃത്തികളും നിങ്ങൾക്ക് നടപ്പിൽ വരുത്തിയിട്ട് അതിൽ നിന്ന് ആദായവും നേട്ടവും ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുന്നതാണ്. വർഷത്തിൻ്റെ ആദ്യത്തെ പകുതി തൊട്ട് തന്നെ നിങ്ങൾക്ക് പല ഗുണങ്ങളും നേടാൻ കഴിയുന്നതാണ്. പല രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കലാകായിക രംഗത്താണെങ്കിലും രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവർക്കൊക്കെ ആണെങ്കിലും കുറേയേറെ നേട്ടങ്ങളൊക്കെ ഈ ഒരു വർഷം കൊണ്ട് നേടിയെടുക്കാൻ പറ്റും. ധാരാളം ഇല്ലെങ്കിലും ഏതെങ്കിലും ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു 10% നേട്ടങ്ങൾ നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നതാണ്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെയും പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാനായിട്ട് സാധിക്കും. അലസത മൂലം വൻ നഷ്ടങ്ങൾ വരുത്തി വയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് ജാഗ്രതയോടെ പ്രവൃത്തിയിലാണെങ്കിലും ചിന്തകളിലാണെങ്കിലും കുറച്ച് ജാഗ്രതയോടെ പെരുമാറിക്കഴിഞ്ഞാൽ കുറേയേറെ നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ജീവിതം ഒരു വിജയത്തിലേക്ക് എത്തിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അന്യദേശവാസം കൊണ്ട് നിങ്ങൾക്ക് പല ഗുണങ്ങളും നേടാൻ കഴിയുന്നതാണ്. വീട് വിട്ട് അന്യദേശവാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് വിട്ട് പുറത്തേക്ക് എവിടെയെങ്കിലും ദൂരസ്ഥലത്തേക്ക് പോയാലും അന്യദേശവാസമായി, അതുകൊണ്ട് ഗുണങ്ങളുണ്ടാകാം. വീട് വിട്ട് മാറി താമസിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകാം. വിഷമം തോന്നുന്ന പല സ്ഥലത്തും, പല ജോലി സ്ഥലത്ത് പല തലത്തിലും വിഷമം തോന്നിയാലും പിന്നീട് അതൊക്കെ നിങ്ങൾക്ക് ഒരു
സ്വാഭാവികമായിട്ട് മറന്ന് അവിടെ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി വർത്തിക്കാനൊക്കെയുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും. മേലധികാരികൾ മുഖേന നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനൊക്കെ സാധ്യതകളുണ്ട്. സ്ഥാനഭ്രംശം വന്നിട്ടുള്ള ആളുകൾക്ക്, ജോലി നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അതിൽ നിന്നൊക്കെ ചെറിയ ചെറിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. പൊതുവെ മനസ്സിൽ ശാന്തിയും സമാധാനവും വർഷമധ്യത്തോടു കൂടി കളിയാടാൻ തുടങ്ങും. അതുപോലെ തന്നെ കുടുംബത്തിലാണെങ്കിലും സമാധാനവും ഒക്കെ വന്ന് കൈവരും. പൊതുവേ നിങ്ങളുടെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന കുടുംബവും ഒക്കെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടാനൊക്കെയുള്ള യോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള കർമ്മദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് പ്രാർത്ഥനയോടെയും ദൈവാധീനത്തോടെയും ഈശ്വരാധീനത്തോടെയൊക്കെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ കുറേശ്ശെയായിട്ട് തിരിച്ചെടുക്കാനൊക്കെയുള്ള സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതാണ്. ബന്ധുക്കളൊക്കെ ശത്രുക്കളെ പോലെ പെരുമാറുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും നിങ്ങൾക്ക് അതിനെയൊക്കെ തരണം ചെയ്യാൻ കഴിയുന്നതാണ്. വിപരീത സാഹചര്യങ്ങളിൽ സമചിത്തത പാലിക്കാനും അതുപോലെ തന്നെ ആത്മബലം കൈവിടാതെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ നിന്നൊക്കെ നല്ല ഒരു നേട്ടം തന്നെ ആയിരിക്കും ഉണ്ടാകുക. സന്താനങ്ങളുടെ പഠനം, ജോലി ഇവയെല്ലാമായിട്ട് കൃത്യമായിട്ട് നടപ്പിലാക്കാത്തതിന് നിങ്ങൾക്ക് മനോദുഃഖവും മനസ്സ് വ്യാകുലമാവുകയും ചെയ്യും. ഉന്നതരായ മഹത് വ്യക്തികൾ നല്ല സന്ദേശങ്ങളൊക്കെ അയക്കുന്നത് മൂലം നിങ്ങൾക്ക് മനസ്സിന് ഉന്മേഷവും ഒരു ഉണർവും ഒക്കെ കൈവരിക്കുകയും അതുമൂലം നിങ്ങളുടെ പ്രവൃത്തിയിലൊക്കെ ഒരു ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാനും വളരെ ഒരു ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പങ്കാളിത്ത കച്ചവടം നിർത്തിവയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. കേസ്, വ്യവഹാരം ഇതിനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും ഈ ഒരു വർഷക്കാലത്തിൻ്റെ അവസാനത്തോടു കൂടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു അനുഭവയോഗ്യമാകുന്ന ഒരു കാലം തന്നെയാണ് 2024. നിങ്ങളുടെ ജാതകങ്ങൾ പരിശോധിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിച്ച് അതിൽ നിന്ന് നിങ്ങൾക്ക് ദോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാൽ, തീർച്ചയായിട്ടും അതിന് പരിഹാരങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണഗണങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലയളവാണ് ഈ 2024 എന്ന് പറയുന്നത്. എല്ലാവർക്കും നല്ല ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നല്ല ഗുണങ്ങൾക്ക് വേണ്ടിയിട്ട് ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനായിട്ട് മൂലം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക.